ഗേജ് മാറ്റത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അശാസ്ത്രീയത കണ്ടെത്തി പരിഹരിച്ചില്ലെങ്കിൽ കിഴക്കൻ മേഖലയിലെ ട്രെയിൻ സർവീസുകൾ അപകടമുണ്ടാക്കിയേക്കുമെന്നാണ് സൂചനകൾ നൽകുന്നത്. കോടികളുടെ ഫണ്ട് ചെലവിട്ട് നടത്തിയ ഗേജ് മാറ്റത്തിലെ നിർമ്മാണം നടന്ന് മാസങ്ങൾക്കകം പാളങ്ങളുടെ തകർച്ചയിലേക്ക് നയിച്ചത് വൻ അഴിമതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നൂറുകണക്കിന് ആളുകളുമായി ചെങ്കോട്ടയിലേക്ക് നിത്യവും നിരവധി ട്രെയിനുകൾ സർവീസ് നടത്തേണ്ട പാതയാണിത്. അഴിമതിക്ക് വേണ്ടി നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്ക് കൺസ്ട്രക്ഷൻ വിഭാഗം ഉദ്യോഗസ്ഥർ കണ്ണടയ്ക്കുന്നത് വലിയ ദുരന്തത്തെയാകും ക്ഷണിച്ചു വരുത്തുക. ഇടമണിലെ റെയിൽവേ സ്റ്റേഷനിലെ എഞ്ചിൻ ഷണ്ടിങ്ങിന് വേണ്ടി നിർമ്മിച്ച പാളം ഇളകി നശിച്ചു കഴിഞ്ഞു. ഉരുക്ക് റെയിൽപാളങ്ങളും സ്ലീപ്പറുകളും ഉറപ്പിക്കുന്ന വലിയ നട്ടുകളെല്ലാം ഇളകിയ നിലയിലാണ്. സ്ലീപ്പറുകളോട് ചേർന്നുള്ള ഫിഷ് പ്ലേറ്റുകളും പാളങ്ങൾ വേർതിരിക്കുന്ന ഉരുക്ക് ഭാഗങ്ങളുമെല്ലാം അടർന്ന നിലയിലാണ്. എഞ്ചിൻ ഷണ്ടിങ് നടത്തുമ്പോഴെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന പാതയുടെ തുടർഭാഗങ്ങളിൽ ട്രെയിൻ സർവീസ് ആരംഭിക്കുമ്പോൾ കൂടുതൽ അപകടാവസ്ഥയിലേക്ക് എത്തുമെന്നുറപ്പാണ്. കിഴക്കൻ മേഖലയിലെ ഗേജ് മാറ്റ ജോലികളിലെ ക്രമക്കേടുകളെക്കുറിച്ച് സിബിഐ അന്വേഷണം വേണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം.പി. ആവശ്യപ്പെട്ടിരുന്നു. ചെങ്കോട്ട മുതൽ ന്യൂ ആര്യങ്കാവ് വരെ ഗേജ് മാറ്റം പൂർത്തിയായ സ്ഥലങ്ങളിലും വിദഗ്ധ സുരക്ഷാ പരിശോധന നടത്തിയ ശേഷമേ ട്രെയിൻ സർവീസ് ആരംഭിക്കാവൂ എന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ഇടമൺ മുതൽ തെന്മല വരെയുള്ള ഗേജ് മാറ്റ ജോലികളിലെ ഗുണനിലവാര പരിശോധനയും ഉടൻ വേണം. കൃത്യമായി പാക്കിംഗ് ജോലികൾ നടത്തി പാളം ഉറപ്പിക്കാതെയാണ് ഇടമണിൽ ഷണ്ടിംഗ് പാത ഒരുക്കിയിട്ടുള്ളത്. റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ പാത സന്ദർശിച്ച് നടത്തിയ സുരക്ഷാ പരിശോധനകൾ പ്രഹസനമായിരുന്നു എന്നതിന് തെളിവാണ് ഇടമൺ റെയിൽവേ സ്റ്റേഷനിലെ ഗേജ് മാറ്റത്തിലെ അശാസ്ത്രീയ നിർമ്മാണങ്ങൾ. ഇവിടാണിപ്പോ ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഇഞ്ചൻ പാളം തെറ്റി ഒരു സൈഡ് മൊത്തം ഇഞ്ചൻ താഴെ നിന്നു. ഞാനത് കണ്ടതാണ്. ഇപ്പോൾ ഈ ജോയിന്റ് പ്ലേറ്റിന്റെ ഈ ബോൾട്ട് മൊത്തം ഒരാൾക്ക് വേണേൽ ഒരു കൈയുടെ ഒറ്റ വിരലുകൊണ്ട് ഊരിയെടുക്കാം. ഇനിയിപ്പോ ഈ കുഴിക്കകത്ത് വെള്ളം അങ്ങോട്ട് നിറഞ്ഞാൽ ഈ വെള്ളം അപ്പുറത്തോട്ട് ചെന്ന് ചാടി ആ ഇട്ടേക്കുന്ന മണ്ണും ആ 2-3 റെയിലും മൊത്തത്തിൽ താഴെ പോകും. ഇവിടുത്തെ റെയിൽവേയുടെ ജീവനക്കാരായാലും കോൺട്രാക്ടർ ആയാലും അതിന്റെ മുതിർന്ന എഞ്ചിനീയർമാരായാലും ഇവിടെ നിന്ന് ഇവര് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഇനിയും പാളം തെറ്റാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അതുകൊണ്ട് അടിയന്തരമായി ഇതിനൊരു നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ സ്ഥിരമായി ഈ ഭാഗത്ത് സന്ദർശിക്കുന്നതുമാണ്. ഫോക്സ് ടിവി ന്യൂസ് ബ്യൂറോ, പുനലൂർ.